പഹൽഗാം ഭീകരാക്രമണത്തെ അപലപിച്ച ബ്രിക്സ് രാജ്യങ്ങളുടെ സംയുക്ത പ്രസ്താവന. ഭീകരവാദം ഉയർത്തുന്ന ഭീഷണി മാനവരാശി ഒന്നിച്ച് നേരിടണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. അമേരിക്കൻ വിരുദ്ധ നിലപാടിനെ പിന്തുണച്ചാൽ 10% അധിക നികുതി ചുമത്തുമെന്ന് ബ്രിക്സ് രാജ്യങ്ങൾക്ക് ട്രംപിന്റെ ഭീഷണി. ബ്രസീലിൽ നടക്കുന്ന ഉച്ചകോടി ഇന്ന് സമാപിക്കും. ഭീകരതയെ പ്രോത്സാഹിപ്പിക്കുന്ന പാകിസ്ഥാനെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി രൂക്ഷമായി വിമർശിച്ചു. ഭീകരവാദം ഉയർത്തുന്ന ഭീഷണി മാനവരാശി ഒന്നിച്ച് നേരിടണമെന്നും ഉച്ചകോടിയിൽ നരേന്ദ്രമോദി ആവശ്യപ്പെട്ടു. ഇറാന് നേരെയുള്ള ഇസ്രായേലിൻ്റെയും അമേരിക്കയുടെയും ആക്രമണത്തെയും ബ്രിക്സ് ശക്തമായി അപലപിച്ചിരുന്നു. അമേരിക്കൻ വിരുദ്ധ നിലപാടിനെ പിന്തുണച്ചാൽ 10% അധിക നികുതി ചുമത്തുമെന്ന് ബ്രിക്സ് രാജ്യങ്ങൾക്ക് ട്രംപ് മുന്നറിയിപ്പ് നൽകി. ഈ നയത്തിൽ നിന്ന് പിന്നോട്ടു പോകില്ലെന്നും ട്രൂത്ത് സോഷ്യൽ മീഡിയയിലൂടെ ട്രംപ് ഭീഷണി ഉയർത്തി. ആഗോളതലത്തിൽ നേരിടുന്ന പ്രശ്നങ്ങൾക്ക് ഊന്നൽ നൽകിക്കൊണ്ടുള്ള ചർച്ചകൾ ഇന്നത്തെ യോഗത്തിലുണ്ടാകും. ബ്രിക്സ് ഉച്ചകോടിക്കിടെ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ ഒന്നിലധികം ഉഭയകക്ഷി ചർച്ച നടത്തി. റഷ്യൻ വിദേശകാര്യമന്ത്രി സെർജി ലാവ്റോവുമായും ഇറാൻ വിദേശകാര്യമന്ത്രി സയ്യിദ് അബ്ബാസ് അരക്ചിയുമായും നടത്തിയ ചർച്ചയിൽ പശ്ചിമേഷ്യൻ സംഘർഷ സാഹചര്യം വിലയിരുത്തി. മെക്സിക്കൻ വിദേശകാര്യമന്ത്രിയുമായുള്ള കൂടിക്കാഴ്ചയിൽ ആരോഗ്യം, ഡിജിറ്റൽ സാങ്കേതികവിദ്യ, ബഹിരാകാശ മേഖല സംബന്ധിച്ച കാര്യങ്ങൾ ചർച്ചയായി. ഇന്ന് രാത്രിയാകും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ബ്രസീൽ പ്രസിഡന്റും തമ്മിലുള്ള ഉഭയകക്ഷി ചർച്ച നടക്കുക. 24 ഡൽഹി.